സ്വർഗത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആരോ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. നബിതങ്ങൾ പറയുക, ആരോ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. സ്വർഗത്തിലൊരു വീടിനകത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് നബിതങ്ങൾ പറയുന്നു, ഞാനിങ്ങനെ നല്ല എനിക്ക് പരിചയമുള്ള ഒരു ശബ്ദം. സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. പടച്ചവനെ, ആരാ അല്ലാഹ് ഇത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന മനുഷ്യനാരാ? ആരാ പടച്ചവനെ? നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുത്തു, നബിയെ, അതാരാണെന്നറിയോ? അതാരാണെന്നറിയുമോ? അങ്ങയുടെ സഹാബി ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയാണ്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ആ മോൻ ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പറ്റിയപ്പോ നിങ്ങൾക്ക്? എന്ത് പറ്റി നിങ്ങൾക്ക്? ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാത്ത ഒരു മകനുമില്ലല്ലോ. ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാത്ത ഒരാളുമില്ലല്ലോ. അല്ലാഹു നിനക്ക് ഇത്രയും വലിയ അവസരം നൽകിയിട്ട് എന്തു പറ്റി മനുഷ്യ നിന്റെ ഉമ്മായിക്കൊന്ന് ചോറ് വാരി കൊടുക്കാൻ?